പാവറട്ടി പഞ്ചായത്തിൽ തൃത്താല ശുദ്ധജല പദ്ധതി ആരംഭിച്ച് 9 വർഷം പിന്നിട്ടിട്ടും എങ്ങും എത്തിയിട്ടില്ല. 2013 തുടങ്ങിയ കുടിവെള്ള പദ്ധതി ഇപ്പോഴും പാതിവഴിയിൽ നിൽക്കുകയാണെന്നും നിരവധി തവണ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ പറഞ്ഞു. ബ്രഹ്മകുളം റെയിൽവേ ക്രോസിനിടയിലൂടെ പൈപ്പിടാൻ റെയിൽവേ അധികൃതരുടെ അനുമതി ലഭിക്കാത്തതാണ് തടസ്സത്തിന് കാരണമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ റെയിൽവേ ക്രോസിന്റെ തടസ്സം തീർത്തിട്ടും പദ്ധതികൾ പൂർത്തീകരിക്കാൻ ഇതുവരെയും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും വിമല സേതുമാധവൻ പറഞ്ഞു. പാവറട്ടിയിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് കിടക്കുന്നതെന്നും റോഡുകളിലൂടെ വീടുകളിലേക്കുള്ള പൈപ്പ് ലൈനുകൾ കണക്ട് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. വേനൽക്കാലത്ത് വലിയ തോതിൽ ഉപ്പുവെള്ളം കയറുന്നത് മൂലം പഞ്ചായത്തിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാകുന്ന സ്ഥിതിയാണ്. ഇതിനിടെ പദ്ധതി നീണ്ടതിനാൽ അടങ്കൽ തുക 33 കോടി രൂപയും പിന്നീട് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 54.8 രൂപയുമാക്കി വർദ്ധിപ്പിച്ചിരുന്നു. പദ്ധതി ഇനിയും നീണ്ടാൽ ശക്തമായ സമരവുമായി രംഗത്തെത്തുമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിമല പറഞ്ഞു. പാവറട്ടി പഞ്ചായത്തിലെ 2013 ആരംഭിച്ച തൃത്താല കുടിവെള്ള പദ്ധതി 9 വർഷം പിന്നിട്ടിട്ടും ഇന്നും ഒരു നടപടിയാവാതെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകാതെ പാതി വഴിയിൽ കിടക്കുകയാണ്. പലതവണ ബന്ധപ്പെട്ട അധികാരികളോട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ, ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്നും നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് നമ്മൾ പല നിവേദനങ്ങൾ കൊടുത്തു. ഏറ്റവും അവസാനം തൃത്താല കുടിവെള്ള പദ്ധതി നമ്മുടെ റെയിൽവേ ക്രോസിൻ്റെ അവിടെയുള്ള പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും കണ്ട് ആ തടസ്സങ്ങൾ നീക്കുന്നതിനും നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ശ്രമിച്ചതാണ്. എന്നാൽ ഇന്നുവരെയായിട്ടും ആ പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല. ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് തീരദേശ നിവാസികൾ മാത്രമല്ല, പാവറട്ടി പഞ്ചായത്തിലെ പൊതുജനങ്ങൾ മൊത്തമാണ്. കാരണം റോഡുകൾ പലതും പൊട്ടിപ്പൊളിച്ചിട്ട് അത് പൈപ്പ് ലൈൻ പോയി. എന്നാൽ ഈ പൈപ്പ് ലൈൻ കണക്ട് ചെയ്തിട്ടില്ല. എവിടെയും കണക്ട് ചെയ്യാതെ വീടുകളിലേക്കുള്ള പൈപ്പ് ലൈൻ പൂർത്തീകരിക്കാതെ ഇപ്പോഴും ഇത് പകുതി വഴിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ അടുത്ത വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ചപ്പോൾ അവർ പറയുന്നത് അടുത്ത ഏപ്രിലോട് കൂടിയിട്ട് ഇതിൻ്റെ കണക്ഷൻ ശരിയാക്കി തരുമെന്നാണ് അവർ പറയുന്നത്. ഒരു കൃത്യമായ ഒരു സമയമോ കൃത്യമായ ഒരു കാര്യങ്ങളോ പറയാൻ ഉദ്യോഗസ്ഥരോ ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറല്ല എന്നുള്ളത് ജനങ്ങളോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇതിനെല്ലാം പൊതുജനങ്ങൾ പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.